ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണിൽ കുറേ അധികം ആളുകൾക്ക് കുറേ അധികം സീക്രട്ട് എല്ലാം ഒളിപ്പിച്ചു വെക്കേണ്ടതായെല്ലാം വരാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാംസങ് മൊബൈൽ എല്ലാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം അവർ യൂസ് ചെയ്യുന്നു, എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്നും മറ്റുള്ളവർ കാണേണ്ട എങ്കിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അതുപോലെ സാംസങ് അല്ലെങ്കിൽ ചില മൊബൈലുകളിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കെല്ലാം മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ ചില ആപ്ലിക്കേഷൻ അവർ ഓപ്പൺ ചെയ്യേണ്ട എങ്കിലെല്ലാം ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ മറ്റാരെങ്കിലും നിങ്ങളുടെ മൊബൈലെല്ലാം എടുത്ത് ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ചില ആപ്ലിക്കേഷൻ ഒന്നും കാണേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇതും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റേത് ഇവിടെ ഒരു സാംസങ് മൊബൈലെല്ലാമാണ്. ഇത്തരത്തിൽ ഈ സാംസങ്ങിലാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത്തരത്തിൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ താഴെ നമുക്ക് ഇവിടെ ഒരു സെറ്റിംഗ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഈ ഒരു സെറ്റിംഗ് എന്നതിൽ പോവുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ആപ്സുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ കാണാൻ ആഗ്രഹമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് മറ്റുള്ളവർ കാണേണ്ട എങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾക്കിവിടെ, ഇപ്പോൾ ഞാനിവിടെ എയർടെൽ എക്സ്ട്രീം പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എയർടെൽ എന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഡൺ എന്ന് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഈ എയർടെലിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ എയർടെൽ എക്സ്ട്രീമും നമുക്ക് ഇവിടെ വരില്ല. അതിനാൽ തന്നെ ആരെങ്കിലും നിങ്ങളുടെ മൊബൈലെല്ലാം എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അവർ ഇതുപോലെ നോക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനൊന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ചില സീക്രട്ട് ആപ്ലിക്കേഷൻ എല്ലാം ഇതെല്ലാം യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു കാര്യമെല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ ഇവിടെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിവിടെ സെർച്ച് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ എയർടെൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം താഴത്തായി ഈ ഒരു എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ആവുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ സെർച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഈ ഒരു കാര്യമൊന്നും കാണാൻ സാധിക്കില്ല. അധികം പേരും ഇത്തരത്തിൽ അവിടെ പോയി ഈ ഒരു ആപ്ലിക്കേഷൻ നെയിം സെർച്ച് ചെയ്യാനൊന്നും നിൽക്കില്ല. നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ട് എന്നെല്ലാം ആയിരിക്കും അവർ നോക്കുന്നത്. അല്ലാതെ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇത് ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നത്. അതിനാൽ നമ്മൾ സെർച്ച് എന്നതിൽ പോയി ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ കാണാതെ നമുക്ക് സീക്രട്ടായി ചില ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യാൻ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു ടിപ്പെല്ലാം യൂസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഞാൻ സാംസങ്ങിൻ്റെ കാര്യമെല്ലാമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ റിയൽമി അല്ലെങ്കിൽ മറ്റു ചില മൊബൈലുകളിലെല്ലാം ആണെങ്കിൽ ഈ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷനിൽ കുറച്ച് നേരം ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതായത് ലോക്ക് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഹൈഡ് ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാമാണ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ ചില റിയൽമി ഫോണുകളിലെല്ലാം നിങ്ങൾക്ക് അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു സീക്രട്ട് കോഡ് എല്ലാം അവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്കത് ലോക്ക് ചെയ്ത് വയ്ക്കാനെല്ലാം സാധിക്കും. ഒരുപാട് പേർ റിയൽമി എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് കുറേ അധികം പേർക്കെല്ലാം അറിയില്ലായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം തീർച്ചയായും മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്